ഹലോ, വെൽക്കം ടു ഡീകോഡ് പബാഡ് പവർഡ് ബൈ ഐലൻഡ് IAS. നമ്മളിന്ന് അനലൈസ് ചെയ്യുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലെ പേപ്പർ 1 ആണ്. പേപ്പർ 1-ൽ ഇനീഷ്യലി സിലബസ് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പും അതിൻ്റെ ഒറിജിൻ, അതിൻ്റെ ഡെഫിനേഷനൊക്കെയാണ്. അതായത് എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്തിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. പിന്നെ വരുന്ന മേജർ സിലബസ് പോയിന്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് തോട്ടാണ്. അഡ്മിനിസ്ട്രേറ്റീവ് തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന അഡ്മിനിസ്ട്രേഷൻ ഒരു ഹോട്ടലിൽ നടക്കുന്ന ചെറിയൊരു അഡ്മിനിസ്ട്രേഷൻ. ഫോർ എക്സാമ്പിൾ, അവിടെ ഓണർ ഉണ്ടാവും, കുക്ക് ഉണ്ടാവും, കാഷ്യർ ഉണ്ടാവും, അല്ലാതെയുള്ള സ്റ്റാഫ് ഉണ്ടാവും, അവരുടെ മാനേജ്മെൻറ്റ്. അതിൽ തുടങ്ങി വലിയൊരു ഗവൺമെൻറ് വരെ വർക്ക് ചെയ്യുന്നതിൽ ചില പ്രിൻസിപ്പിൾസ്, ചില പോളിസീസ് അല്ലെങ്കിൽ ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് പല തിങ്കേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് തോട്ടിൽ വരുന്നത്. ഇനി മൂന്നാമതായി വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ചെയ്തുമായിക്കോട്ടെ, അതിൽ ഒരു സർട്ടൻ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ലീഡർഷിപ്പ് ഉണ്ടാവും, ഇപ്പോൾ മോട്ടിവേഷൻ ഉണ്ടാവും, അതിലെ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ ഉണ്ടാവും. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയറിൽ വരുന്നത്. പിന്നെ സിലബസിൽ പറയുന്ന ഒരു കാര്യമാണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറാണ് ശരിക്കും ഓർഗനൈസേഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആ ഓർഗനൈസേഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള അതിൻ്റെ എക്സെട്രാ ഫാക്ടേഴ്സാണ് ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രധാനമായും വരുന്നത്. അടുത്ത സിലബസ് പോയിന്റ് എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺട്രോൾ ആണ്. അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ആ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നതിന് ആരെങ്കിലുമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതിന് അവർക്കൊരു ഉത്തരവാദിത്വം വേണം. ഇതൊക്കെ എൻഷുർ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് ആണ് അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയമങ്ങളാണ് ആവശ്യം. ചില സമയത്ത് പാർലമെൻറ്റിനോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനോ മുഴുവൻ നിയമങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഡെലിഗേറ്റ് ചെയ്യേണ്ടി വരും. ആ ഡെലിഗേഷൻ എന്ന് പറയുന്ന പണിയെടുക്കുന്നത് എക്സിക്യൂട്ടീവാണ്, അഡ്മിനിസ്ട്രേഷൻ. അതാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത സിലബസ് പോയിന്റ് കമ്പാരിറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. കമ്പാരിറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണം ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, US അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, മറ്റ് ഇന്ത്യയെക്കാളും പൂററായിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗ് സ്റ്റേറ്റിലുള്ള ഒരു രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിനൊരു നല്ല മോഡലുണ്ടോ, ഇതൊക്കെയാണ് കമ്പാരിറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നോക്കുന്നത്. പിന്നെ വരുന്നത് ഡെവലപ്മെൻറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം, മക്ഡൊണാൾഡ്സ് ചെയ്യുന്ന പണിയല്ല ഗവൺമെൻറ് ചെയ്യുന്നത്, US ഗവൺമെൻറ് ചെയ്യുന്ന പണിയല്ല ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്യുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ്റിന് കുറച്ചും കൂടി പാവപ്പെട്ടവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടി വരും, സോഷ്യൽ വെൽഫെയർ ചെയ്യേണ്ടി വരും, പോവേർട്ടി എലിമിനേറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെ ഒത്തിരി നടപടികൾ അഡീഷണലായി ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റൽ ആസ്പെക്ട്സ് ആണ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ സൈഡ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സിലബസ് പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ തിയറീസ് ഉണ്ടാക്കിയാലും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി മനുഷ്യരാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മനുഷ്യർക്ക് വേണ്ട ലെവൽ ഓഫ് ട്രെയിനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കണ്ടക്ട് അല്ലെങ്കിൽ മോറൽ കണ്ടക്ട് എന്ന് പറയുന്ന ആസ്പെക്ട് ഉണ്ടാവും, എത്തിക്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് പബ്ലിക് പോളിസിയാണ്. പബ്ലിക് പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഓരോ മേഖലയും അത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് തീരുമാനിക്കേണ്ട ആവശ്യമുണ്ട്. ആ തീരുമാനിക്കപ്പെടുന്നതാണ് പോളിസി എന്ന് പറയുന്നത്. നമ്മളിന്ന് കാണുന്ന പല ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ്, ഹെൽത്ത് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, നമ്മൾ കാണുന്ന തൊഴിലുറപ്പ് പദ്ധതി ആയിക്കോട്ടെ, ഇതെല്ലാം പബ്ലിക് പോളിസിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് പബ്ലിക് പോളിസി എന്ന് പറയുന്ന ഹെഡിങ്ങിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് അടുത്ത സിലബസ് പോയിന്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ്സ് ആണ്, ടെക്നിക്സ് ഫോർ ഇംപ്രൂവിങ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ ഗ്രാജുവലി ഗവൺമെൻറ് തലത്തിൽ തന്നെ ഒതുങ്ങി നിന്നപ്പോൾ പതിയെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉയർന്നു വന്നു. അപ്പോൾ മാനേജ്മെൻറ്റിൽ പുതിയതായി ഒത്തിരി ടെക്നിക്സ് വന്നു, എങ്ങനെ മാനേജ്മെൻറ്റിനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത്. ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് നമുക്ക് ഗവൺമെൻറ്റിലും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇംപ്രൂവ്മെൻറ്റ് ടെക്നിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സിലബസിൽ അവസാനമായി പറയുന്ന കാര്യമാണ് ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിലൊത്തിരി ഫിനാൻഷ്യൽ സൈഡ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മോണിറ്ററി പോളിസി, ഫിനാൻസിൻ്റെ യൂസേജ്, അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എക്സെട്ര, അങ്ങനെയുള്ള ആസ്പെക്റ്റാണ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ചില പ്രോജക്ട്സ് കോസ്റ്റ് ഓവർറൺസ് വരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചില ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പോയിന്റ്സ് ആവശ്യമാണ്.
അതാണ് ഈ ഒരു ഫൈനൽ സിലബസ് പോയിന്റിൽ പേപ്പർ 1-ൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ 1-ൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസ് പോയിന്റും അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളുമാണ് നമ്മളിവിടെ അനലൈസ് ചെയ്തത്. താങ്ക് യു.